ഏകദേശം എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തമ്മിലും ടൈലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്കാണ് ഇന്നത്തെ വ്ളോഗ് ഒരു ഹെവി ആയിട്ടായിരിക്കും. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബുർജ് ഖലീഫയിലാണ്. ഇവിടെ വന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ബുർജ് ഖലീഫയിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. പുള്ളിനെ പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ നസീംക്കയാണ്. സോ ഇന്ന് നമ്മൾ നസീംക്കയെ കാണാൻ വേണ്ടി ബുർജ് ഖലീഫയിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ നസീം ഖാന്റെ വണ്ടി. യെസ് മൈ ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് ദ ലംബോർഗിനി ഹുറക്കാൻ ഈവോ. എന്താല്ലേ സീൻ ലുക്കാനാണ്. നമ്പർ പ്ലേറ്റ് ഉണ്ടാ 4444 സൗദി. ഹായ് ഹായ് ഹായ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഹുറക്കാനിൽ കയറാം. നസീം ഖാ, നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നസീം ഖാനെ അറിയാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. പുള്ളി ഒരു വലിയൊരു ബിസിനസ്മാൻ ആണ്. സൗദിയിലാണ് മെയിൻ ബിസിനസ് ഒക്കെ. അല്ല, അത് ബുർജ് ഖലീഫ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ എത്ര കാസ് ഉണ്ട്? ഏതൊക്കെയാണ് കാസ്? എൻ്റെ അടുത്ത് 5 കാർസ്. ഓക്കെ, ഇവിടെ ഒന്ന് ലംബോർഗിനി ഹുറാക്കൻ, ഓക്കെ, ഒരു ഫെറാറി, ഓക്കെ, ലാൻഡ് ക്രൂയിസർ ജിയർ സ്പോർട്ട്, പിന്നെ ഒരു മിനി കൂപ്പർ എസ്, GMC സിയറ. അമ്പോ, നിങ്ങളൊരു സംഭവം തന്നെ. ബൈ ദ വേ, നമ്മുടെ ലംബോർഗിനി ക്ലബിലുണ്ടല്ലോ, അവിടെ ആകെയുള്ള ഒരു മലയാളിയാണ്. മലയാളിയാണ്, ആകെയുള്ള ഇന്ത്യക്കാരനാണ്. ഇന്ത്യൻ ആകെയുള്ള ഇന്ത്യക്കാരൻ. എത്ര മെമ്പേഴ്സ് ഉണ്ട് ലംബോർഗിനി ക്ലബില്? സൗദി അറേബ്യ ക്ലബിൽ ഞങ്ങള് 90 മെമ്പേഴ്സ്. 89 സൗദീസ്. പിന്നെ ഞങ്ങള് ബഹ്റൈൻ ലംബോർഗിനി ക്ലബിലുണ്ട്. അതിലും എല്ലാവരും ബഹ്റൈനീസ്. പിന്നെ ഞങ്ങൾ കുറച്ച് സൗദികളുണ്ട്. പിന്നെ അജ്നബി ഞാൻ തന്നെ ഉള്ളൂ. UAE ക്ലബിലുണ്ട്. UAE ക്ലബിൽ ഇന്ത്യൻസ് കുറച്ച് പേരുണ്ട്. മറ്റേ ഉസ്മാൻ ഖാ ആണല്ലോ എന്റെ മെയിൻ ആള്. ടൈം വേൾഡ് ഉസ്മാൻ ഖാ, അതാണ് എന്റെ പ്രസിഡന്റ് UAE. ബൈ ദ വേ, ഇപ്പോഴാണ് നമ്മൾ ബുർജ് ഖലീഫിനകത്ത് കയറാൻ വേണ്ടി പോകുന്നത്. ആക്സസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ കയറാൻ വേണ്ടി പറ്റൂല. ബൈ ദ വേ, നിങ്ങൾ റെസിഡന്റ് അല്ലാതെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ മച്ചാൻ നമ്മുടെ ഫോണിലേക്ക് ഒരു ആക്സസ് കാർഡ് കൊടുക്കണം, ആക്സസ് കോഡ് കൊടുക്കണം, എങ്കിലേ നമുക്ക് അകത്ത് കയറാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? എടുക്കുകയാണെങ്കിൽ ഹെവി ആയിട്ടും തന്നെ ആവണമെന്നുള്ളൊരു ഇതുണ്ടല്ലേ? അതെന്തായാലും കൊള്ളാം. കിടക്കുന്ന കാസൊക്കെ കണ്ട, റോൾസ് റോയ്സ്, പുതിയ റേഞ്ച് റോവർ. ഈ വ്യൂവിന് തന്നെ കൊടുക്കണം കാശല്ലേ? വെർത്തിട്ടാണ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ബുർജ് ഖലീഫയുടെ അകത്ത്. അപ്പൊ നിങ്ങൾക്ക് റെസിഡൻസിന്റെ പാർക്കിംഗ് ഒക്കെ എങ്ങനെ? നിങ്ങൾ തന്നെ താഴെ പോയി ഇടണോ? പിന്നെ ബേസ്മെന്റ് പാർക്കിംഗ് ആണ്. നമുക്കിപ്പോ ഇവിടെ പാർക്ക് ചെയ്യാം. അവര് സെക്യൂരിറ്റി, അവര് വാലെ പാർക്കിംഗ് ഉണ്ടല്ലോ, പാർക്കിങ്ങിലോട്ട് അവരവിടെ ഇടുന്നതായിരിക്കും. ഓക്കെ, അടിപൊളി. അപ്പൊ എനിവേ, നമുക്ക് നമ്മുടെ ലംബോർഗിനിന്ന് പുറത്തിറങ്ങും. വണ്ടി നീങ്ങുന്നു. ഞാൻ ഇറങ്ങിയില്ല. ഇതാണ് നമ്മുടെ ലംബോർഗിനി ഹുറക്കാൻ ഈവ. ഒരു റബ്ബ് കൊടുക്കോ? ഐറ്റം തന്നെ കേട്ടോ. ഹുറക്കാൻ ഇസ് സംതിങ് എൽസ്. സോ എനിവേ, നമുക്കിനി നേരെ നമ്മുടെ ബുർജ് ഖലീഫയിൽ കയറാം. അല്ലേക്കാ, നിങ്ങൾ എത്രാമത്തെ ഫ്ലോറിൽ താമസിക്കുന്ന? ഞാൻ 19. വാട്ടർ ഫൗണ്ടൻ ഫ്രണ്ട്. അപ്പൊ നേരെ ദുബായ് മാളൊക്കെ കാണാൻ വേണ്ടി പറ്റുമല്ലോ. ദുബായ് മാൾ ഞങ്ങൾ അപ്പാർട്ട്മെന്റ്. അടിപൊളി. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ബുർജ് ഖലീഫയിൽ കയറി നോക്കാം. ആ വ്യൂ നോക്ക്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന നമ്മുടെ ബുർജ് ഖലീഫയുടെ റെസിഡൻസി ഏരിയയിലാണ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇതിന്റെ അകത്ത് കയറിയിട്ട് വ്യൂവും പരിപാടിയും എല്ലാം നമുക്ക് നോക്കാം. നമുക്കൊരു പ്രോപ്പർ ബുർജ് ഖലീഫ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റെസിഡൻസ് അകത്ത് ടോട്ടലായിട്ട് എത്ര ലിഫ്റ്റ് ഉണ്ടാവും? അവരോടല്ലേ ചോദിക്കേണ്ടി വരും. ഒരുപാട് ലിഫ്റ്റ് ഉണ്ട്. ലോഞ്ചിൽ പോകാം. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മളിപ്പോൾ ലോഞ്ചിനകത്താണ് പോകാൻ വേണ്ടി പോകുന്നത്. ലോഞ്ച് വരുന്നത് 123rd ഫ്ലോർ. ഈ അറ്റ് ദ ടോപ്പ് എവിടെ വരുന്നത്? അറ്റ് ദ ടോപ്പ് എത്രാമത്തെ ഫ്ലോറാ? അത് 123 അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ അവരെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ലോഞ്ചിനകത്ത് പോകാൻ വേണ്ടി പോകുന്നത്. സോ ഇത് ടിക്കറ്റ് കൊടുത്തിട്ട് 123rd ഫ്ലോറിനകത്ത് പോയില്ലേ, അവരുടെ ക്യൂ ആണിത്. ഇപ്പോൾ നമ്മൾ ഇവരെ ബ്ലോക്ക് ചെയ്തിട്ട് ഇതാ ഈ നടുക്കുള്ള ഡോർ ഉണ്ടല്ലോ, പക്ക ബോസ് മൂവ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് ടിക്കറ്റ് എടുത്ത് പോകുന്ന ആൾക്കാർ, നമ്മളിതാ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഇങ്ങനെ തുറന്നു. ബ്രോ, അത് പക്ക ബോസ് മൂവ് ആട്ടോ. ക്യൂ നിന്ന് പോകുന്ന ആൾക്കാരെ കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കയറി പോകുന്നത്. സോ അതെന്തായാലും കൊള്ളാം. സോ ഇവിടുന്ന് നേരെ സീനൊക്കെ ഒരു 3-4 ലിഫ്റ്റ് കയറേണ്ടി വരും അല്ലേ? അതെന്തായാലും കൊള്ളാം. ഇത് ഓർമ്മിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടാം. അതെന്തായാലും കൊള്ളാം. സോ നമ്മളിനി വീണ്ടും സീലാണ് എത്തിക്കുന്നത്. സോ ദിസ് ഇസ് കോൺകോഴ്സ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴാണ്
നമ്മളിതാ ഇവിടെ എത്തുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ലോഞ്ച് ആക്സസ്. ഇത് ഇവിടേക്ക് വരാൻ റെസിഡൻസിന് മാത്രമേ പോകുന്നിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിൽ അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ വരാം. പക്ഷേ ലോഞ്ച് ആക്സസ് നമുക്ക് അല്ലെങ്കിൽ വരാൻ വേണ്ടി പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. സോ നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് പോവാം. And by the way guys, this is one of the fastest lifts. So that is also there. നമുക്ക് നോക്കാം എത്ര സെക്കൻഡ്സ് എടുക്കും നമുക്ക് 123rd ഫ്ലോർ വരെ പോകാൻ. ആകെ 123 വരെ പോകാനുള്ള ഇതേ ഉള്ളൂ. ഇടയ്ക്ക് നിൽക്കലൊന്നുമില്ല. എന്തായാലും കൊള്ളാം. ഓക്കെ, ഇനി കണ്ടോണേ, നമ്മളുടെ 1 2 3 4 5 എണ്ണുന്ന പോലെയാണ് അത് സ്പീഡിൽ പോകാൻ വേണ്ടി പോകുന്നത്. അത് കണ്ടോ, 1 2 3. ഇവിടുന്ന് ഒരു ഒറ്റ പോക്കല്ലേ, ബലൂൺ വിട്ട പോലെ പോകുന്നതെന്ന് തോന്നുന്നത്. 8 9 10 നമ്മൾ കയ്യിൽ എണ്ണത്തില്ലേ, അതുപോലെയാണ് ഫ്ലോറുകൾ കവർ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ക്യാമറ വന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചപ്പോൾ 75 ആയി. അതെന്തായാലും കൊള്ളാം. സോ എനിക്കൊന്ന് ഏകദേശം ഒരു 50 സെക്കൻഡ്സ് ഒക്കെ നമ്മൾ ഏറ്റവും ടോപ്പ് എടുക്കുന്നത്. ഓൾറെഡി 50 ആയി. ചെവി അടഞ്ഞു. ഇതാ ചെവി അടഞ്ഞു. നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ആകുമ്പോൾ ചെവി അടയത്തില്ല, അതുപോലെ ചെവി അടയുന്നത്. ഇതൊന്നും ഈ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറും പരിപാടിയൊക്കെ കാണുന്നുണ്ട്. സയൻസ് പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക. ഇത് ഓൾറെഡി നമ്മൾ 80th ഫ്ലോറായി. ഇത് കണ്ടേ, ഓ എന്നാ സ്പീഡാണ് പോവേ. 97 98 99 100. ഹായ് 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 ഹായ്. ഒരൊറ്റ പോക്കാണ്. 080 113 ഇങ്ങനെ ഇങ്ങനെ എന്തായാലും. അങ്ങനെ നമ്മൾ 123rd ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്നു. ഓഹോ. And by the way guys, ഇവിടെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ റെസിഡൻസ് ലോഞ്ച്. ഇവിടെ റെസിഡൻസിന് മാത്രമല്ല ആക്സസ് ഉള്ളൂ, റെസിഡൻസും അവരുടെ ഗസ്റ്റിനും അല്ലേ. എന്തായാലും ഇതാണ് പ്രൈവറ്റ് റെസിഡൻസ് ലോഞ്ച് അല്ലേ. ഇവിടെ ഒരു പ്രൈവറ്റ് ലൈബ്രറിയും കൊടുത്തിട്ടുണ്ട്. സോ അതിനകത്ത് ആരും സംസാരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. സോ നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് കണ്ടെയ്ൻമെൻറ്റ്സ് എല്ലാം പരിപാടിയെല്ലാം ഉണ്ട് കേട്ടോ. സോ നമുക്ക് ആപ്പിൾ ജ്യൂസ്, കോഫി, ചായ വല്ലതും വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് സാധനം അടിക്കാൻ വേണ്ടിയും പറ്റും. സോ ദാറ്റ് ഈസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. ഓ എന്തല്ലേ, ടോപ്പ് ഓഫ് ദ വേൾഡ്. അതെ, ആപ്പിൾ ജ്യൂസ് അറിയാം. ഹായ് 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 ഹായ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെ അല്ലേ. വ്യൂ ഓഫ്. അത് നമ്മുടെ അഡ്രസ് സ്കൈ വ്യൂ. അതിൻ്റെ ബീച്ച് മുകളിലുള്ള സ്വിമ്മിംഗ് പൂൾ വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റില്ല. കാർക്ക് കണ്ട് ഉറുമ്പുകൾ പോലെ അല്ലേ. ജവാറ ഹോട്ടൽ. ഓ, നമ്മുടെ വേൾഡ് ഐലൻഡ്സ് അല്ലേ ഇത്? എന്തോ അതാണ് നമ്മുടെ വേൾഡ് ഐലൻഡ്സ്. അതുവരെ ഇവിടെ നിന്നിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ദിസ് ഇസ് ദ ടോളസ്റ്റ് ഒബ്സർവേഷൻ ഡെസ്ക് മാറ്റ്. അപ്പോൾ ഇപ്പോൾ റെസിഡൻസ് ലോഞ്ച് കാലിയാന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ആ വ്യൂവിന് തന്നെ കാശ് കൊടുക്കണം. ബൈ ദ വേ അത് കണ്ട, അതാണ് നമ്മുടെ പീക്ക് ട്രാഫിക് ടൈമാണ് ഇപ്പോൾ. ഈ കാണുന്ന വണ്ടികളെല്ലാം നമ്മുടെ ഷാർജയിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ആൻഡ് ഈ ഏറ്റവും മേളിൽ നിന്ന് ഇരുന്നത് കാണുമ്പോൾ എല്ലാം ഹോട്ട് വീൽസ് കാസ് പോലെ തോന്നുന്നില്ല. എല്ലാം ചെറിയ ചെറിയ 123rd ഫ്ലോർ. സീൻ തന്നെ. പിന്നെ ഇവിടെ ഫുള്ള് ഇമാറിന്റെ കളിയാട്ടോ. വൺ ഡിസഡ്വാൻറ്റേജ് വിച്ച് ഐ തിങ്ക് സ്റ്റേയിങ് ഇൻ ബുർജ് ഖലീഫ ഇസ് ദാറ്റ് നമുക്ക് ബുർജ് ഖലീഫയുടെ വ്യൂ കിട്ടില്ല. എല്ലാവരും പറയുന്ന ഒരു ഫാക്റ്റാണ്. നമുക്ക് കിട്ടില്ല. അതെന്തായാലും കൊള്ളാട്ടോ. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മച്ചാന്റെ റൂമിലേക്ക് പോകാം. അപ്പോൾ ഫൗണ്ടൈൻ്റെ സമയം ആവാറില്ലേ? വാട്ടർ ഫൗണ്ടൻ. നിങ്ങളുടെ റൂമിൽ പോകാൻ എത്ര ലിഫ്റ്റ് കയറേണ്ടി വരും? 4 ലിഫ്റ്റ്. 4 ലിഫ്റ്റ്. അപ്പോൾ അർജന്റായിട്ട് ബാത്റൂമിൽ എല്ലാം പോകാൻ മുട്ടുകയാണെങ്കിൽ അത്രയ്ക്ക് അർജന്റാണെങ്കിൽ പെട്ടുപോയില്ല. 4 ലിഫ്റ്റൊക്കെ കയറിയിട്ട് പോകണം. അപ്പോൾ എനിവേ നമുക്ക് നേരെ മച്ചാൻ്റെ റൂമിൽ പോകാം. ആ കാണുന്നതാണ് നമ്മുടെ സബീൽ പാലസ്. ദാറ്റ് ഇസ് ഷെയ്ഖ് മുഹമ്മദ്സ് പാലസ്. അത് വരെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അത് താഴെ കിടക്കുന്നതോ അതാണ് നമ്മുടെ ദുബായ് മോൾ. പിന്നെ അത് ഇവിടെ തന്നെ ഒരു ലൈബ്രറിയും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇനി നമുക്ക് നേരെ മച്ചാൻ റൂമിൽ പോകാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ 76ാമത്തെ നിലയിലെ സ്വിമ്മിംഗ് പൂളിലാണ്. ആൻഡ് ഇവിടുന്ന് താഴെ നോക്കുമ്പോൾ പേടിയാവുന്നില്ല. മാത്രമല്ല ഒടുക്കത്തെ കാറ്റും സീൻ തന്നെ. എൻ്റെ പള്ളി ഇത് താഴെ അമ്മേ ഇപ്പോൾ പോയനെ. നല്ല തണുപ്പ്, രക്ഷയില്ല.
സോ നിങ്ങൾ ബുർജ് ഖലീഫയിൽ വല്ലതും അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 76 ഫ്ലോറിനകത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ പോകുന്നതിനേക്കാളും ഭേദം 4030 പോകുന്നതാണ്. കാരണം ഇവിടുത്തെ കാറ്റും തണുപ്പും ഉണ്ടല്ലോ മാരകം തന്നെ. പക്ഷേ വ്യൂ ഇസ് ക്രേസി ബ്രോ, ലൈക്ക് ഡാം. ഒരു റൂമിൽ പോകാൻ എന്തൊക്കെ കഷ്ടപ്പാടല്ലേ, കുറേ നടക്കണം. അതെ ഗൈസ്, സോ ലിഫ്റ്റ് നമ്പർ 3. ഇത് സ്ട്രെയിറ്റ് നിങ്ങളുടെ ഫ്ലോറിലല്ലേ? ഈ ലിഫ്റ്റ് മാക്സ് പോകുന്നത് 37 ഫ്ലോർസ് വരെ കേട്ടോ. സോ ദാറ്റ് 27 ഫ്ലോറിലാണ് താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ കാഷ്വലായിട്ട് കയറുമ്പോൾ ചിലപ്പോൾ ലാലേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടാവില്ലേ? എന്തായാലും കൊള്ളാം. പക്ഷെ ഫുള്ള് റാൻഡം ആട്ടോ. ഇവിടെ 3rd ഫ്ലോർ കൊടുത്തിട്ടുണ്ട്, 18. ബാക്കി ഫ്ലോറൊക്കെ എവിടെ? തേർഡ് കഴിഞ്ഞാല് പിന്നെ 19 ആണ്. അതിന്റെ ഇടയിൽ പിന്നെ അർമാനി അവരെ ഹോട്ടൽസ്. ഓ, ഹോട്ടൽസ് ആണ് വരുന്നത്. ഓക്കെ, എന്തായാലും അഡ്രസ്. നമ്മളിപ്പോൾ 19th ഫ്ലോറിലാണ് നിൽക്കുന്നത്. വാ, കൊള്ളാല്ലേ ഇന്റീരിയർ ഒക്കെ പക്ക സീൻ, പക്ക ഒരു ഹോട്ടലിൻ്റെ അകത്ത് കയറുന്ന ഒരു വൈബ്. നിങ്ങൾ എത്രാമത്തെ ഇതിലാണ് താമസിക്കുന്നത്? 1917. ഹായ് ഫൈനലി ഇല്ലേ, ഹോം സ്വീറ്റ് ഹോം. ഏകദേശം 4 ലിഫ്റ്റ് കയറിയതിനു ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഓ, വെൽക്കം ഹോം. അമ്പോ സീനല്ലേ, പക്ക ഒരു കോസി വൈബാണ്. സർപ്രൈസാ? ബ്ലൈൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ. അമ്പോ, സീതാ ഫൗണ്ടൻ വ്യൂ അല്ലേ? യോ ദ മാൻ. ഇവിടെ നമ്മുടെ ബുർജ് ഖലീഫയുടെ ലൈറ്റിംഗ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വേറെ ലീഗ് പരിപാടി തന്നെ അല്ലേ? ഒരക്ഷരം ഈ വ്യൂവിന് തന്നെ കൊടുക്കാൻ കാര്യം അല്ലേ? സീൻ തന്നെ. സീരിയസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഫെറാറി ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ലംബോർഗിനി ഉണ്ട്, ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്, ബുർജ് ഖലീഫ. വാട്ട്സ് നെക്സ്റ്റ്? വാട്ട് പ്ലാൻസ്? പ്ലാനിങ്സ് ഒന്നും ഇല്ല, എന്താ പറയാ, അതാ സമയത്ത് പറയാം. ഗൈസ്, വലിയൊരു ന്യൂസ്, ഒരു ബോംബുമായിട്ട് നമ്മൾ മച്ചാൻ വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. ബൈ ദ വേ ബ്രോ, ക്രേസി ഹൗസ് ബ്രോ, ക്രേസി ഹൗസ് ആണെങ്കിൽ ഈ ഒരു വ്യൂ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോവുകയാണെങ്കിൽ ഈവൻ ഫ്രം ദ ബെഡ്റൂം നമ്മുടെ വ്യൂ ഈ ഫൗണ്ടെയിനാണ്. സീൻ തന്നെ കേട്ടോ. മാരക ഐറ്റം തന്നെ. സോ എനിവേ, ഓൺ ദാറ്റ് നോട്ട്, അതായിരുന്നു നമ്മുടെ ബുർജ് ഖലീഫ ആൻഡ് ലംബോർഗിനി വ്ളോഗ്. ആൻഡ് ബൈ ദ വേ മിസ്റ്റർ റിഷാദ് ക്യാമറയുടെ മുന്നിൽ വരില്ല എന്നാണ് എൻ്റെ നസീം കണ്ടു. നസീം താങ്ക്സ് എ ലോട്ട്. മാരക ഐറ്റം തന്നെയാണ്. സോ ഇനിയും ഇതുപോലത്തെ 20 ഐറ്റംസിനായിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് ഓൺ ദാറ്റ് നോട്ട്, അതായത് വീഡിയോ നമ്മുടെ നസീം കണ്ട ഇൻസ്റ്റാഗ്രാം ലിങ്കും പരിപാടിയില്ല ഞാൻ താഴെ കൊടുക്കും. സോ എനിവേ ഗൈസ്, ഓൺ ദാറ്റ് നോട്ട്, ദാറ്റ്സ് എ റാപ്പ്. ഇറ്റ്സ് സൈനിങ് ഓഫ്. പീസ്.